ഉദാഹരണത്തിന് ഇങ്ങനെ എണ്ണി 1000 രൂപ എന്നൊക്കെ ഉദാഹരണം പറയാണ്. 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് കരുതുക. തിരികെ വാങ്ങുമ്പോൾ മഹാൻ പറയും 990 മതി. അല്ല, അന്ന് എണ്ണി തന്നത് ചിലപ്പോൾ 990 ആണെങ്കിലോ 1000 എന്നുള്ളത് തെറ്റിയിട്ട് സംഭവിച്ചതാണെങ്കിലോ ഞാനിപ്പോൾ 990 തന്നിട്ട് എക്സ്ട്രാ 10 വാങ്ങുമ്പോൾ പലിശയാവൂലേ? കുല്ലു കർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം കൊയ്യുന്ന എല്ലാ ഇടപാടും പലിശയാണല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ട 990 മതി എന്ന് പറയൂ. അത്ര നേരത്തെ പണമടച്ചിട്ട് പണിക്കൂലിയില്ല എന്ന ലാഭത്തിൽ ഫർണിച്ചറും ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ. ഏത് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും ഏത് ഇടപാട് പർച്ചേസ് ചെയ്യുമ്പോഴും ഫഖീഹായ ഒരാളെടുത്തുനിന്ന്, ഇൽമ പഠിച്ച ഒരാളെടുത്തുനിന്ന് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ ഇടപെടരുത്. പലിശ അതിന് ചിലപ്പോൾ ന്യായീകരിക്കാൻ ഇന്ന ഉസ്താദ് ഉണ്ട് എന്നൊക്കെ നമ്മളെ പെടുത്താൻ വേണ്ടി പറയും. പെട്ടുപോകരുത്, അത്രയും വലിയ തെറ്റാണ്. ഹദീസ് പറഞ്ഞല്ലോ, പലിശയിലൂടെ ഉള്ള ഒരു ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ്. 27ാം രാവിന് പോലും ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പലിശക്കാർ എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവരുടെ വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുള്ള അനുഭവം പറയുന്നിടത്ത് സവാജിറിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കച്ചവടം നടത്തുന്ന ആൾക്കാർ ആരെയും പറ്റിച്ചിട്ട് കച്ചവടം നടത്തരുത്. ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം യൂസുഫ് നബഹാനി റഹിമഹുള്ളാഹ് ഒരു കിതാബ് തന്നെ ഉണ്ട്, ദലീലുത് തുജാർ. ഗംഭീര കിതാബ്. അതിൽ പറയുന്നതാണ്, മനുഷ്യന്മാർ ഈ പറ്റിക്കുന്ന പല രീതി. സ്റ്റോക്ക് കുറവാണ്, നിങ്ങൾക്കായതുകൊണ്ട് ഈ പൈസക്ക് തരുന്നതാണ്, ഞാൻ ഇന്നാലടുത്തുനിന്ന് എടുത്തോണ്ടാണ് വില കുറച്ച് തരാൻ പറ്റുന്നത്, നിങ്ങളും നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തിലാണ് ഈ സംഗതി തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കസ്റ്റമറെ പറ്റിക്കണ പരിപാടി നമ്മൾ ചെയ്യരുത്. മനുഷ്യരെ പറ്റിച്ചിട്ട് ഇടപാട് നടത്തിയാൽ ഉള്ള പ്രശ്നം എന്താ? ആ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകൂല. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ആ സമ്പത്ത് കൊണ്ട്, മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യം ചെയ്യാനും ഈ പണം കൊണ്ട് കഴിയൂല. അതാണ് സമ്പത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലുള്ള ഒരർത്ഥം. ഈ പണം കൊണ്ട് അയാൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു ഖൈറും ചെയ്യാൻ കഴിയില്ല. മഹാന്മാരൊക്കെ കാണിച്ച സൂക്ഷ്മത നോക്കൂ. സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു, തിരികെ കിട്ടാനുള്ള ഡേറ്റായി. അയാൾ തിരികെ തന്നില്ല. മഹാനവറുകൾ അയാളെടുത്ത് നിന്ന്